എന്ത് വേലയോടാ നീ കാണിക്കുന്നത്? എത്ര നേരം കൊണ്ട് കാത്തിരിക്കുന്നു ഞാൻ ഇന്ത്യ പാകിസ്ഥാന്റെ കളി കാണാൻ വരുന്നത്. പിന്നെ നീ കണ്ടോണ്ടിരി, അവര് കളിച്ച് പൈസ ഒപ്പിക്കുന്നു. പിന്നെ നമ്മള് കളിയൊക്കെ വന്ന് കാണാം. നീ ഇന്നലെ എവിടെ പോയിരുന്ന? ഇന്നലെ ഇച്ചിരി പണി ഉണ്ടായിരുന്നല്ലേ? വട്ടപ്പാറ ട്രാവൻകൂർ ജുവലേഴ്സ് ഇല്ലേ, അവിടെ അയച്ചു ഒതുക്കലൊക്കെ ആയിരുന്നു. സൈഡില് ബാക്ക് സൈഡിലൊക്കെ കുറെ പോച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പിച്ച് കളഞ്ഞു. പിന്നെ എന്തെങ്കിലും അളയാ പൈസ വന്ന ട്രാവൻകൂർ ജ്വല്ലറിന്ന് ഞാൻ സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും വാങ്ങിക്കും. വന്നാലല്ല, നല്ല ക്വാളിറ്റി സ്വർണ്ണം അളയാ. അത് തന്നെ, പൈസ വന്നാലല്ലേ ഇതൊക്കെ വാങ്ങിക്കൂ. ഇന്നലെ അത് കഴിഞ്ഞ് വേറെ സംഭവം പറ്റി. നമ്മളെ സുജിത്തിനല്ലേടാ, മറ്റേ കന്യാകുമാരി ജോലിയാണോ? അവൻ പറഞ്ഞ അളയൊരു സാധനം എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ പോയി ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ഇപ്പൊ സ്ഥിരം വിവരയിലെ ആള്, എടുപ്പൊക്കെ ഞാനാണല്ലോ. പിന്നെ ഞാൻ പോയി സാധനം എടുത്തല്ലേ, സാധനം എടുത്തോണ്ട് ഇങ്ങനെ വന്നപ്പോ ഇത് കൈവിട്ടു സാധനം. കൈവിട്ടെന്ന് പറഞ്ഞാൽ കടുത്ത് അടിക്കാൻ പറ്റത്തില്ല. കരിയോലിയ അതിന്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞോണ്ടല്ല പറന്നു വന്ന കാക്ക പോലും ഫിറ്റായിപ്പോ. മതി സാധനം പറയാ എങ്ങനെ കുടിക്കും? ഇപ്പൊ ഞാൻ ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പേടിപ്പിച്ച് നിനക്ക് കുടിക്കാൻ പറ്റുന്ന ചോദിച്ചു. വരട്ടി ചിലപ്പോ ഞാൻ അങ്ങനെ കുടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ സുശീല ചേച്ചി വീട്ടിൽ പോയിട്ട് ഒരു കത്തി വാങ്ങിച്ചോണ്ട് വന്ന് ഒരു വില്ലന്റെ കണക്കൊന്ന് വരട്ടി. നിനക്കറിയല്ലേ ഞാൻ പണ്ടേ അഭിനയത്തിന്റെ അറിയല്ല, ഞാൻ ക്ലബിലൊക്കെ നാളെ ചെയ്തു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ്. പിന്നെ ഞാൻ അങ്ങനെ കത്തി കൊണ്ടുവന്നിട്ട് കുടിയാ കൊന്നുകളെ ഞാൻ ഒഴിച്ച് ഉറച്ച പിടി. നമ്മളെ എനിക്ക് പേടി നിലനിൽക്കുന്നു, നീ ഒന്നും കൂടെ ഒന്ന് പേടിപ്പിക്കുക, വീണ്ടും വരട്ടിയ കുടിയാ കുത്തു ഞാൻ. രണ്ടാമതടിച്ച് ഞാൻ പറയാ നീ ഒന്ന് പിടിച്ച് എന്നെ ഒന്ന് വരട്ടാ, എനിക്കടിക്കണ്ടേ. പിന്നെ പറയാളെ എനിക്കിങ്ങനെ ഞാൻ ആരെയും ഇങ്ങനെ പേടിപ്പിക്കലും പറ്റുന്നു, എനിക്ക് മനസ്സിന് വിഷമം വരും. ഞാൻ ചെയ്യുന്നില്ലേ നമ്മൾ ആ കുപ്പി കൊണ്ടാവും വലിച്ച്. എന്തോ പറയാനാ, വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അതെ എടുക്കുന്ന. ഞാൻ തരാം, നാളെ തരാം, നാളെ വെച്ച് പണിയുണ്ട്. ഉണ്ടെങ്കിട് ഉണ്ടെങ്കിത്താ, ഒരു 300 രൂപ ഉള്ളൂ. കട്ടക്കിട് ഞാൻ തരാം, നാളെ തരാം. 150 രൂപ നാളെ ഞാൻ തരാം. നീ എടുത്തോണ്ട് എവിടെ വരും? അത് പറ. നീ എവിടെ കാണും? ഞാൻ നമ്മളെ ദിവാരം കണ്ട കടയുടെ. പിന്നെ 300 കൊണ്ട് എന്റെ വണ്ടിക്കൂലി ഇല്ല, അത് ഞാൻ കൊടുത്തോളാം. നീ സാധനം എടുത്തോണ്ട് വരൂ, അത് ഞാൻ എടുത്തോണ്ട് ഓട്ടോ കൂലി ഞാൻ കൊടുത്തോളാം. വണ്ടിക്കൂലി കൊടുക്കണല്ലോ. പിന്നെ വെള്ളവും ഗ്ലാസും ഒക്കെ ഒന്ന് നീ ഗ്ലാസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നോക്ക്. ഇല്ല, നീ ഇത് സെറ്റ് ചെയ്യും. ഞാൻ ബിവറേജിൽ പോകുന്നതിന് മുമ്പേ ഞാൻ മുടിവിട്ട് കടയിൽ കയറി ഇതൊന്ന് മുടി ഒന്ന് വെട്ടണം, ഒന്ന് ഒതുക്കണം. ഈ തലയാ ഭയങ്കര അശ്വസ്ഥതകളെ. എടാ ഈ തല വെട്ടുന്നത് മുടി വെട്ടുന്നല്ല, കിണർ വെട്ടുന്നതാണെന്ന് പറയാം. നീ ആ പൈസ പോയി ടച്ചിങ് സൗണ്ട് പൈസയില്ല, കടം പറയാൻ പോയതല്ലേ ഞാൻ. പക്ഷെ നിന്റെ തലയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്തല്ലേ? ഈ കാട്ടിൽ നിന്നൊരു പേൻ കയറി ഈ കാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹൈവേയിൽ വെച്ചാൽ അടിച്ചു പോയില്ല. ഞാൻ പൂട്ടൂരേ. ഡിസ്പോസിബിൾ ആവുക ഗ്ലാസ്, അത് മതി, മറക്കല്ലേ. ഇല്ല ഇവിടെ കാണുമോ നീ? ഞാൻ ഇവിടെ കാണും, ഞാൻ കടയുടെ അവിടെ കാണും. കടയുടെ ബാക്കിൽ ഇവിടെ നല്ല സൈറ്റ് ആയിരുന്നല്ലേ. ടച്ചിങ്സ് ഒക്കെ അവിടെ നിന്ന് എടുക്കാന്ന്. എടുക്കാല്ലേ? ഞാൻ പൂട്ടേ. കാണാം കാണാം. നല്ലതെല്ലാം മാറ്റോണ്ട് പറഞ്ഞാടേ. എന്തായാലും ദിവാരം ചെണ്ട കടയുടെ പോവാം. ചേട്ടാ സിവിലിൽ പോ. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ, വെയിറ്റ് ചെയ്യാൻ പൈസ തരാന്നേ. ഒന്നുമില്ല, ഇതാ വരുന്ന. ഹലോ, അവിടെ നിൽക്കാം, ഓട്ടോ കിട്ടി. ശരി ശരി, ഓക്കെ. ഓട്ടോ 2-2.5-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, പൈസയൊക്കെ കറക്റ്റ് കേട്ടാ. പിന്നെ ഇനി വരുന്ന കാലത്ത് മദ്യമൊക്കെ ATM, അതായത് എനി ടൈം മദ്യം. നമ്മൾ ATM കാർഡ് ഇടുമ്പോൾ പൈസ വരുന്ന കണക്ക് ATM കാർഡ് ഇടുമ്പോൾ നമ്മൾ 60, 90, 120 എന്നൊക്കെ അടിക്കുമ്പോൾ മദ്യം കിട്ടാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ആവശ്യകത കയറി വരിക. പിന്നെ അത് മാത്രമല്ല നമ്മള് ഇപ്പൊ രാവിലെ നമ്മള് പാലുകാരൊക്കെ പാല് കൊണ്ടുവരുന്നില്ല വലിയ ഇതിനകത്ത് MIT-ൽ, അതുപോലെ മദ്യം കൊണ്ടുവരാനുള്ള സംവിധാനം. അതായത് രാവിലെ വീട്ടിൽ ഫ്രണ്ട് ചെന്നിട്ട് പനി സുനി ഇറങ്ങി വേടാ, എന്താ വേണം അരയണ്ണ മാമനെ കൊണ്ട് ഒരു അര തരാൻ പറയുമ്പോ ഒരു നേരെ നമ്മളെ കുട്ടികൊണ്ടിരുന്നാൽ മതി. അതിനകത്ത് അര ഒഴിച്ച് ഇടുന്നില്ലേ? നമുക്ക് തിക്കും തിരക്കും കൂട്ടണ്ട, നമ്മളിങ്ങനെ ബിവറേജിൽ പോണ്ട. ഇന്നത് നല്ല നല്ല സംഭവങ്ങളുണ്ടോ നാലോചൊക്കെ. നമുക്ക് ഒരുപാട് വേണ്ടി വരും. വരുന്നേ പെട്ടെന്ന് പറഞ്ഞേട്ടാ. വരുന്നത്
എത്ര നേരം പോയിട്ട്? അയ്യോ ഒന്നും പറയണ്ട, ഞാൻ തിരക്ക്. നേരെ പോട്ട്, നേരെ പോട്ട്, നേരെ പോട്ട്. നേരെ പോയത് ഹലോ, എവിടെ ഇരിക്കുന്നു? ചേട്ടാ ഞാനിവിടെ മുഖ്യ ഒന്നല്ലേ. ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ എവിടെ ഇരിക്കുന്നു? ശരി ശരി, അങ്ങോട്ട് വരാം. അണ്ണാ അങ്ങോട്ടൊന്നും വിടണ. പൈസ തന്നെ ആവേ. അണ്ണാ ഞാനല്ലേ വിളിച്ച, പൈസ നിങ്ങൾക്ക് തരും. കാണാവിടെ പറയരുത്. വിട്, വണ്ടി വിടും. അവിടെ ഇവിടെ അവിടെ അവിടെ ഇറങ്ങി. അവനിവിടെ പറഞ്ഞു അല്ലേ, മണിയെന്നിട്ട് നമുക്ക് ഇല്ല. ഒരു മിനിറ്റ് വിളിക്കട്ടെ. ആളെ നീ എവിടെ നിക്കുന്നടാ? എന്തുവാടാ ഇത് കാണിക്കുന്നേ? ഞങ്ങളിപ്പോ മണിയെണ്ണ മുക്കിക്കുന്നു. നീ എവിടെ നിൽക്കുന്നു? ഒന്ന് വാടായ ഓട്ടക്കാരൻ ഭയങ്കര പ്രശ്നം. നീ ഒന്ന് ഇറങ്ങി വാ. എവിടെ? ഇവിടെ ഇല്ലേ? ഒരു മിനിറ്റ് അണ്ണാ, മേടെ പൈസ കുറേ ആവും കേട്ടാ. അണ്ണാ പൈസ തന്നാ പോരാ അണ്ണാ, നിങ്ങൾ വണ്ടി വേണം. പൈസ തന്നാ മതി. ഞാനല്ലേ പറഞ്ഞത് മേടെ പൊക്കോട്ട്. അണ്ണാ നിർത്തണ നിർത്തണ നിർത്തണ. ഇപ്പൊ മേടെ നമുക്ക് ഉണ്ണിസാറിന്റെ അവിടെ വന്നിരിക്കുന്ന പറയാം. അവിടെ നിന്നേ അവൻ കേട്ടാ. ഹലോ അതെ, ഞങ്ങളിവിടെ മേടേമക്കിൽ ഉണ്ണിസാറിന്റെ വീട്ടിൽ വന്നു. അവിടെ ഉണ്ടല്ലേ സാറിന്റെ വീടിനടുത്ത്. നീ എവിടെ ഇരിക്കുന്നു? ശരി, എന്തുവാടാ ഇത്? ഇവിടെ ഇല്ലേ നീ? എടാ എത്ര എവിടെ നിർത്തിയ? എനിക്ക് വേറെ ഓട്ടം ഉണ്ട് കേട്ടാ. നില്ലണ്ണ നില്ല, ഓട്ടക്കാരൻ പ്രശ്നം. നീ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? സത്യം പറ, നീ എവിടെ ഇരിക്കുന്നു? ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. വേറെ വണ്ടി എന്നെ പിടിച്ചു പോയി. ഇതില്ല വിളിക്കാം അണ്ണാ, വണ്ടി അണ്ണാ പ്ലീസ്. അണ്ണാ എന്തുകൊണ്ടാ നിങ്ങളും കുടിക്കുന്നതല്ലേ അണ്ണാ? ഒന്ന് ഒരു നമ്മളൊന്ന് കുടിക്കും. നിർത്തണ്ണ നിർത്തണ്ണ നിർത്തണ്ണ. അവരെ എനിക്ക് പറ്റില്ല, എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. വേറെ 500 സ്ഥലത്തായി നിർത്തി. പൈസ എത്ര ആയിരുന്നു കേട്ടാ? ഞങ്ങൾ ഇന്ത്യൻ പൈസ ഒന്ന് നിർത്തണ്ണ. പൈസ എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. ഹലോ, ഓട്ടക്കാരൻ പ്രശ്നമുണ്ടോ? നീ എന്തുപോലായി കാണിക്കുന്നത്? എവിടെ? അവിടെ ഉണ്ടോ? അങ്ങോട്ട് വരും ഞാൻ. അവിടെ നിൽക്കാളെ, അവിടെ നിൽക്കണടാ. ഓട്ടക്കാരൻ പ്രശ്നക്കാരനാ, ഉദ്ദേശിക്കണല്ലേ. ശരി, ഇതാ വരും. നീ അവിടെ നിൽക്കണേ. അങ്ങോട്ട് പോട്ടണ. അവിടെ ചെന്ന് നമുക്ക് നിൽക്കാം. അണ്ണ പോകണ, നിങ്ങൾക്ക് പൈസ ഇല്ലാന്നാ വരുന്നത്. പിന്നെ നിങ്ങൾ ഓട്ടം ഇല്ല, ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്റെ കുറ്റമല്ല, ഞാൻ എത്ര തവണ വിളിച്ചതാ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ? എവിടൊക്കെ പോയി? ഹലോ നീ ഹലോ ഹലോ. സ്വിച്ച് ഓഫ്. ഇതേനാ എന്റെ കുറ്റം കൊണ്ടല്ലോ അണ്ണാ. അനിയെ കണ്ടോണ്ണ? അനിയെ കണ്ടായിരുന്നു? കണ്ടില്ല. ഇവിടെ നിൽക്കാന്ന് പറയാ. കറങ്ങി ഓട്ടക്കുരു ഒരുപാടായി. അണ്ണ കൊണ്ടു 280. 20 ഞാൻ സഹിച്ചു. 300 സാധനമാ. എക്കണ്ണ നിങ്ങളുടെ സിവിലിൽ പോയി ക്യൂ നിൽക്കണ്ടല്ലോ. വെച്ചോ. അല്ല പൈസ 280 ഓട്ടക്കൂലി. ഇത് 300 സാധനം. അത് വെച്ചോ കേട്ടാ. ഇരിക്കട്ടെ. ഞാനങ്ങനെ കിടന്ന് ഉറങ്ങാം. ഇറങ്ങിയതാണ്. എന്റെ കുറ്റം അല്ലല്ലോ. ഞാൻ ചെയ്യാനാ? ഓട്ടക്കൂലി ആവും കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ശരിയെന്നാ. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, പുതുതലമുറയെ ഇല്ലാതാക്കുകയും കുറ്റവാളിയാക്കുന്നതുമായ മദ്യവും മയക്കുമരുന്നും ഈ നാട്ടിൽ നിന്നും എന്ന് ഇല്ലാതാകുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ ഈ നാട് നന്നാകൂ.